എല്ലാ കൂട്ടുകാർക്കും ബ്ലൂമിംഗ് ബഡ്സിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. പ്രവർത്തനം 1. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. സ്കൂൾ തുറക്കുന്നതോടെ തന്നെ മുടങ്ങാതെ കാലവർഷവും തുടങ്ങും. മിക്ക ദിവസവും സ്കൂളിൽ എത്തുമ്പോഴേക്കും പകുതി നനഞ്ഞിരിക്കും. 4 മണിക്ക് സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് മഴ ഘോഷം കൂട്ടി പെയ്യുന്നത്. പറക്കുളം കുന്നു കഴിഞ്ഞു മലമക്കാവിലെ മേച്ചിൽപ്പുറത്തെത്തുമ്പോഴാണ് രാവിലെ കളിയായി വെള്ളം കുടഞ്ഞു പോയ കാലവർഷം ഈറയോടെ ശരിക്കും നനയിക്കുന്നത്. കുട ചരിച്ചു പിടിക്കാൻ കൂടെ വരുന്ന കാറ്റു സമ്മതിക്കില്ലല്ലോ. പെരുമഴ വരുന്നത് കാണാം. അകലത്തെ താഴ്വാരത്തിൽ നിന്നു കയറി മേച്ചിൽപ്പുറത്തിന്റെ അറ്റത്ത് ഇളകുന്ന ഒരു തിരശീല പോലെ അല്പനിമിഷങ്ങൾ അത് നിൽക്കുന്നു. മേയുന്ന കന്നാലുകൾ അപ്പോഴേക്കും കൂട്ടം കൂടി കഴിഞ്ഞിരിക്കും. അസ്വസ്ഥതയോടെ അമറുകയും മഴയെ തടുക്കാനെന്നോണം കൊമ്പ് താഴ്ത്തി പിടിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഉറപ്പിക്കാം വരുന്നത് പേമഴയാണ്. ആകെ നനച്ചിട്ട് കിഴക്കി ചെരുവിലേക്ക് ഇറങ്ങി പാടം കടന്ന് പുഴയ്ക്ക് മുകളിലെത്തൂ. വരുന്നത് പോലെ മഴ പോകുന്നതും ഞങ്ങൾക്കു കാണാം. പുസ്തകക്കെട്ടു നനയാതിരിക്കാൻ ഷർട്ടിനകത്തോ നെഞ്ചിൻ കൂടോടടുപ്പിച്ച് കുട കാറ്റിൽ പിടിവിട്ടു പോകാതെ പതുക്കെ പതുക്കെ നടക്കണം. MT വാസുദേവൻ നായർ. വിവരണം വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ആദ്യത്തെ ചോദ്യം, കാലവർഷം തുടങ്ങുന്നത് എപ്പോഴാണ്? ഓണക്കാലമാകുമ്പോൾ, പുതുവർഷം ആരംഭത്തിൽ, സ്കൂൾ തുറക്കുന്നതോടെ, വേനലിന് തൊട്ടു മുൻപ്. ഉത്തരം സ്കൂൾ തുറക്കുന്നതോടെ. രണ്ടാമത്തെ ചോദ്യം, കുട ചരിച്ചു പിടിക്കാൻ സമ്മതിക്കാത്തത് ആരാണ്? കൂട്ടുകാർ, മഴ, ഇടി, കാറ്റ്. ഉത്തരം കാറ്റ്. ചോദ്യം 3, ശക്തമായ മഴ എന്നർത്ഥമുള്ള ഏത് പദമാണ് ഖണ്ഡികയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? പേമഴ, പെരുമഴ, അതിവർഷം, പേമാരി. ഉത്തരം പേമഴ. അടുത്ത ചോദ്യം, വരുന്നത് വലിയ മഴയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്? വലിയ ഇരമ്പം കേൾക്കാം. കന്നുകാലികൾ അമറുകയും കൊമ്പ് താഴ്ത്തി പിടിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ പുസ്തകവുമായി ഓടുന്നു. മുതിർന്നവർ പറയുമ്പോൾ. ഉത്തരം കന്നുകാലികൾ അമറുകയും കൊമ്പ് താഴ്ത്തി പിടിക്കുകയും ചെയ്യുന്നു. അവസാനത്തെ ചോദ്യം, മഴ എന്ന പദത്തിന് പകരപദം അല്ലാത്തത് ഏത്? വർഷം, മാരി, വൃഷ്ടി, പയസ്. ഉത്തരം പയസ്. പ്രവർത്തനം 2, സംഭാഷണം പൂർത്തിയാക്കാം. സൈക്കിളിൽ കയറി ചന്ദ്രനിൽ പോയ കുട്ടിയോടൊപ്പം ചന്ദ്രൻ താഴെ ഭൂമിയിൽ എത്തിയത് ഓർമ്മയില്ലേ? ഭൂമിയിലെ കാഴ്ചകൾ കണ്ടു നടന്ന കുട്ടിയും ചന്ദ്രനും തമ്മിൽ നടന്ന സംഭാഷണം പൂർത്തിയാക്കൂ. സംഭാഷണത്തിന്റെ ആദ്യത്തെ ഭാഗം തന്നിട്ടുണ്ട്. ആദ്യം ചന്ദ്രനാണ് പറയുന്നത്. നിങ്ങളുടെ നാട് കാണാൻ എന്തു ഭംഗിയാ. ആകാശത്ത് നിന്നും നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ വയ്യ. ബാക്കി കുട്ടിയും ചന്ദ്രനും തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും? അത് നമുക്കൊന്ന് നോക്കാം. കുട്ടി, അമ്പിളിമാമൻ എന്നും രാത്രിയല്ലേ വരുന്നത്, അതുകൊണ്ടാ കാണാൻ പറ്റാത്തത്. ചന്ദ്രൻ, രാത്രിയും പകലുമൊക്കെ നിങ്ങൾക്കല്ലേ, ഞങ്ങൾക്ക് അതൊന്നുമില്ല. കുട്ടി, നമുക്ക് ഈ രാത്രി മുഴുവൻ കറങ്ങാം. നല്ല നല്ല കാഴ്ചകൾ ഞാൻ കൊണ്ടുപോയി കാണിക്കാം. പുഴകളും മലകളുമൊക്കെ കാണിച്ചു തരാം. ചന്ദ്രൻ, ശരിയാ, ആളുകൾ എല്ലാവരും ഉണരും മുമ്പ് എനിക്ക് തിരികെ പോകണം. പ്രവർത്തനം 3, വർണ്ണന തയ്യാറാക്കാം. മരങ്ങൾക്കിടയിലൂടെ ഓടിമറയുന്ന മുയലുകൾ, പൂത്തു നിൽക്കുന്ന ചെടികൾ, പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ, അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന പൂമരങ്ങൾ. ഊട്ടിയാത്രയ്ക്കിടെ 3 കണ്ട കാഴ്ചകളാണിത്. ഇതുപോലെ യാത്രാവേളയിൽ നിങ്ങൾ കണ്ട മനോഹരമായ കാഴ്ചയുടെ വർണ്ണന തയ്യാറാക്കൂ. ഇവിടെ വേണ്ടത് ഒരു യാത്രാ വിവരണം തയ്യാറാക്കലാണ്. നിങ്ങൾ പോയ യാത്രയിലെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, അതാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കിഴക്കൻ ചക്രവാളത്തിൽ സ്വർണ്ണ നൂലുകൾ നെയ്തുകൊണ്ട് സൂര്യൻ തലപൊക്കി നോക്കി. ഇലച്ചാർത്തുകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ വെയിൽനാളമേറ്റ മുത്തകൾ പോലെ തിളങ്ങി. കാറ്റിന്റെ താളത്തിനൊത്ത് തലയാട്ടുന്ന പച്ചപ്പുൽനാമ്പുകൾ പ്രകൃതിയുടെ പട്ടുപാവാട പോലെ തോന്നിപ്പിച്ചു. അകലെ കുളിർക്കാറ്റേറ്റ് ഉലയുന്ന പൂക്കളുടെ സുഗന്ധം വായുവിൽ പടരുന്നുണ്ട്. ചെത്തിപ്പൂക്കളിൽ നിന്ന് തേൻതുള്ളി നുകരാനെത്തിയ കുഞ്ഞു തേൻകിളിയുടെ കലകല ശബ്ദം അന്തരീക്ഷത്തെ സംഗീതാത്മകമാക്കി. പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയ കാഴ്ച നോക്കി മതിമറന്ന് ഞാൻ നിന്നു. അടുത്തത് പ്രവർത്തനം 4. പ്രവർത്തനം 4-ൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 4-ലത്തെ ചോദ്യം, കത്ത് തയ്യാറാക്കാം. എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഇണക്കി നിർത്തിയ വാവയെ ഓർമ്മയില്ലേ?
വാവയുടെ സത്പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് കത്ത് തയ്യാറാക്കൂ. വാവ ജീവനെ കാക്കുന്നു എന്ന കവിത നന്നായി വായിച്ചവർക്ക് ഈ കത്ത് തയ്യാറാക്കാവുന്നതാണ്. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. കത്തെഴുതുമ്പോൾ ആദ്യം സ്ഥലവും തീയതിയും എഴുതണം. പ്രിയപ്പെട്ട വാവേ, നിന്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ നിന്നെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു നാട് മുഴുവൻ പ്രളയജലത്തിൽ മുങ്ങിയപ്പോൾ എല്ലാവരും മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നീ ചിന്തിച്ചത് കാക്കയെയും അണ്ണാനെയും കുയിലിനെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. അവരെ രക്ഷപ്പെടുത്താൻ മനസ്സ് കാണിച്ച നിന്നെ തിരക്കി കാട്ടിൽ നിന്നും മലയിൽ നിന്നും ആകാശച്ചെരുവിൽ നിന്നുമൊക്കെ എത്രമാത്രം ജീവജാലങ്ങളാണ് ഇറങ്ങി വന്നത്. അവരെയെല്ലാം നീ ഒരു മടിയും കൂടാതെ കുടക്കീഴിൽ ഒതുക്കി നിർത്തി. എല്ലാവരെയും ഉറക്കിയ ശേഷമല്ലേ നീ ഇറങ്ങിയത്. നിന്റെ നല്ല മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. നിന്നെ പോലെയുള്ളവരെയാണ് ഈ നാടിന് ആവശ്യം. സ്നേഹപൂർവം, ആമി. പ്രവർത്തനം 4-ലെ രണ്ടാമത്തെ ചോദ്യം. വരികൾ കൂട്ടിച്ചേർക്കാം. കാറ്റ് പാടുന്നു പതിയെ, മഴ താളം പിടിക്കുന്നു, താളത്തിനൊത്ത് തലയാട്ടുന്നു കാടിൻ തളിരിലകൾ. ഇതിന്റെ ബാക്കി വരികൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ചിറകൊതുക്കിയിരിക്കുന്നു പക്ഷികൾ, ചിതറിത്തെറിച്ചൊഴുകുന്നു പുഴ, ചെറുമഴത്തൂളൽ പെരുമഴയായി പിന്നെ പ്രകൃതി നല്ലൊരു ചിത്രം വരച്ച പോൽ. പ്രവർത്തനം 5-ലും 2 ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 5-ലെ A ക്വസ്റ്റ്യൻ. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. സൂചനകൾ വികസിപ്പിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ തന്നിരിക്കുന്ന സൂചനകൾ. സ്റ്റീഫൻ ഹോക്കിംഗ് 1942 ഇംഗ്ലണ്ടിൽ ജനിച്ചു. മാതാവ് ഇസബൽ ഹോക്കിംഗ്. ലോകം അറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ. പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ്. മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ ക്ഷീണിച്ചു പോകുന്ന അപൂർവം രോഗം പിടിപെട്ടു. മാരക രോഗത്തോട് മല്ലടിക്കുമ്പോഴും പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി. 2018 അന്തരിച്ചു. ഈ ഒരു സൂചനകൾ ഉപയോഗിച്ച് എങ്ങനെ ജീവചരിത്രക്കുറിപ്പ് എഴുതാമെന്ന് നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ്. ലോകം കണ്ട ഏറ്റവും മികച്ച ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. 1942 ജനുവരി 8-ന് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചത്. ഫ്രാങ്ക് ഹോക്കിങ്ങും ഇസബൽ ഹോക്കിങ്ങുമായിരുന്നു മാതാപിതാക്കൾ. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന തന്റെ 21-ാം വയസ്സിൽ പേശികളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ ക്ഷീണിച്ചു പോകുന്ന അപൂർവ മാരക രോഗം അദ്ദേഹത്തെ ബാധിച്ചു. ഡോക്ടർമാർ ചുരുങ്ങിയ ആയുസ് മാത്രം പ്രവചിച്ചപ്പോഴും രോഗത്തോടും വൈകല്യങ്ങളോടും മല്ലടിച്ച് അദ്ദേഹം തന്റെ ഗവേഷണങ്ങൾ തുടർന്നു. തമോഗർത്തങ്ങൾ റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നുണ്ടെന്ന കണ്ടെത്തൽ അദ്ദേഹത്തിന്റേതാണ്. സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടപ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അദ്ദേഹം ലോകത്തോട് ആശയവിനിമയം നടത്തി. പ്രതിസന്ധികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന ആ ശാസ്ത്രപ്രതിഭ 2018 മാർച്ച് 14-ന് അന്തരിച്ചു. പ്രവർത്തനം 5-ലെ B ക്വസ്റ്റ്യൻ. കുറിപ്പ് തയ്യാറാക്കാം. യുദ്ധം വരുത്തുന്ന നാശനഷ്ടങ്ങൾ നാം ഇപ്പോഴും പത്രങ്ങളിലൂടെയും മറ്റും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധം നാടിന് വിപത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം. ടിവിയിലൂടെയും പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും യുദ്ധത്തിന്റെ ഭീകരമായ വാർത്തകൾ നാം ദിവസവും കാണുകയും വായിക്കുകയും ചെയ്യാറുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ശത്രുതയാണ് വലിയ യുദ്ധങ്ങളായി മാറുന്നത്. എന്നാൽ യുദ്ധം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലുമില്ല. അത് സങ്കടങ്ങളും നാശനഷ്ടങ്ങളും മാത്രമേ സമ്മാനിക്കൂ. ഒരു തെറ്റും ചെയ്യാത്ത ഒട്ടനവധി പാവം മനുഷ്യരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനാണ് യുദ്ധത്തിൽ നഷ്ടപ്പെടുന്നത്. എത്രയോ പേർക്ക് മാരകമായ പരിക്കേൽക്കുകയും വീടുകൾ തകരുകയും ചെയ്യുന്നു. യുദ്ധമുണ്ടാകുമ്പോൾ നാടെങ്ങും ഭക്ഷണ സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടാകും. ഭക്ഷണമോ രോഗികൾക്ക് മരുന്നോ കിട്ടാതെ വരുന്നു. ശുദ്ധമായ കുടിവെള്ളം പോലും കിട്ടാതെ ആളുകൾ വലയുന്നു. അതോടെ സ്വന്തം വീടും നാടുമെല്ലാം ഉപേക്ഷിച്ച് അന്യനാടുകളിലേക്ക് ഓടിപ്പോകേണ്ടി വരുന്ന മനുഷ്യരുടെ കാഴ്ച കരളലിയിക്കുന്നതാണ്. മനുഷ്യരെ മാത്രമല്ല, നമ്മുടെ പ്രകൃതിയെയും യുദ്ധം തകർത്തു കളയും. ബോംബുകളും വെടിയുണ്ടകളും വീണ് മണ്ണും വെള്ളവും വായുവും ആകെ മലിനമാകുന്നു. മരങ്ങളും ചെടികളും കരിഞ്ഞു പോകുന്നു. മൃഗങ്ങളും പക്ഷികളും കൂട്ടത്തോടെ ചത്തുപോകുന്നു. യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോറ്റുപോകുന്നത് പാവം മനുഷ്യരും നമ്മുടെ ഭൂമിയുമാണ്. നമുക്ക് വേണ്ടത് ബോംബുകളോ തോക്കുകളോ അല്ല, പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സാണ്. എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ
യുദ്ധമില്ലാത്ത ഒരു നല്ല ലോകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കൈകോർക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിന്റെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പരിചയപ്പെട്ടത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്